മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഉടൻ ഔദ്യോഗിക വസതി ഒഴിയും. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. ധൻഖറിന് ഇതുവരെ മുൻ ഉപരാഷ്ട്രപതിമാർക്കുള്ള ഔദ്യോഗിക വസതി അനുവദിച്ചിട്ടില്ല. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ജൂലൈ 21 ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ്. MLA പെൻഷൻ, കിഷൻഗഡിലെ MLA ആയിരുന്നു പണ്ട്. ആ MLA പെൻഷന് വേണ്ടി അദ്ദേഹം അപേക്ഷ നൽകുന്നു. ഒപ്പം തന്നെ മുൻ ഉപരാഷ്ട്രപതിക്കായുള്ള വസതിക്കായി അപേക്ഷ നൽകുന്നു. ഇക്കാര്യങ്ങളിലൊന്നും മറുപടി ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ അഭ്യൂഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ജഗ്ദീപ് ധൻഖർ ജൂലൈ 21 ഉപരാഷ്ട്രപതി രാജിവെച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണമോ നടത്തിയിട്ടില്ല. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഔദ്യോഗിക വസതി ഉടൻ ഒഴിയും എന്നുള്ളതാണ്. ഇന്നോ നാളെയുമായി അദ്ദേഹം ഔദ്യോഗിക വസതി, അതായത് പാർലമെന്റ് കോംപ്ലക്സിന് സമീപം ചർച്ച് റോഡിലുള്ള ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഒഴിയുകയാണ്. ഈ മാസം സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ വസതി ഒഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇതുവരെയും ഉപരാഷ്ട്രപതിമാർ, മുൻ പ്രധാനമന്ത്രിമാർ, ഒപ്പം തന്നെ മുൻ രാഷ്ട്രപതിമാർ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക വസതി ടൈപ്പ് 8 വിഭാഗത്തിലുള്ള ബംഗ്ലാവ് അദ്ദേഹത്തിന് ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. കൂടാതെ ഈ വസതികൾ അനുവദിക്കേണ്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിച്ചിരുന്നുവെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. സാധാരണ നിലയിൽ 3 മാസങ്ങൾക്കകം ഇത്തരത്തിൽ ഭവനം, ഇവർക്ക് ഔദ്യോഗിക വസതി അനുവദിക്കുകയാണ് പതിവ്. എങ്കിലും ജഗ്ദീപ് ധൻഖറിന്റെ കാര്യത്തിൽ ഇതുവരെയും നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ അദ്ദേഹം ഉടൻ തന്നെ ഒരു സ്വകാര്യ വസതിയിലേക്കാണ് അദ്ദേഹം മാറുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവുക. നേരത്തെ തന്നെ അദ്ദേഹം എന്നാൽ രാജസ്ഥാൻ നിയമസഭയിലെ മുൻ അംഗം എന്ന നിലയിൽ പെൻഷന് വേണ്ടി വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2 തവണയാണ് അദ്ദേഹം രാജസ്ഥാൻ നിയമസഭാ അംഗമായത്. കൂടാതെ മുൻ MP എന്ന നിലയിലുള്ള പെൻഷനും അദ്ദേഹം പദവി ഒഴിഞ്ഞ അന്ന് മുതൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. മുൻ ഉപരാഷ്ട്രപതിയുടെ പെൻഷനും അദ്ദേഹം അപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന, റിജി. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.